മഴത്തോര് മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രേവതിക്കുട്ടി വിളിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ അലീനയാണെങ്കിൽ രേസ്യമ്മയുടെ ബന്ധു കൂടിയായ ഡിവൈഎസ്പിയുടെ മോളെ വിളിച്ച് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അവിടെ ആരൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടെ, എല്ലാവരോടും നന്ദി പറയണേ ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ എല്ലാവരും ഫോൺ വെക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് തന്നെ രക്ഷിക്കാൻ. ആ സമയത്ത് ആ ഡിവൈഎസ്പി വന്നില്ലെങ്കിൽ തന്നെ അവസ്ഥ എന്താവുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണമോളാണെങ്കിൽ കഴിക്കാനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അലീന ചേച്ചി വേറൊന്നും ഇതിനെക്കുറിച്ച് ആലോചിക്കണ്ട, ഇതൊക്കെ കഴിക്കുക, ആകപ്പാടെ ക്ഷീണിച്ച അവസ്ഥയിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കാപ്പിയും കഴിക്കാനൊക്കെ കൊണ്ടുവന്ന് കൃഷ്ണമോള് കൊടുക്കുന്നുണ്ട്. മോള് വല്ലതും കഴിച്ചോ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു ചേച്ചി. അങ്ങനെ കൃഷ്ണമോളും അലീനയും കൂടെ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പം തന്നെ അലീന ഫുഡ് ഉണ്ടാക്കാനൊക്കെ കിച്ചണിൽ കയറുന്നുണ്ട്. അപ്പോഴത്തേക്ക് കൃഷ്ണമോൾ ഇറങ്ങി വരുന്നുണ്ട്. പത്രം വന്ന് കിടക്കുന്നുണ്ട്. കൃഷ്ണമോൾ വന്ന് പത്രം എടുക്കുന്നുണ്ട്. എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് ആദ്യത്തെ ന്യൂസ് തന്നെ അലീനയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യമാണ്. അവിടെ പോലീസ് സ്റ്റേഷനിൽ അലീനയെ കൊണ്ടുവന്നപ്പോൾ കുറേ മീഡിയക്കാർ അലീനയുടെ ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് അവരാണെങ്കിൽ വാർത്ത എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. ബലാത്സംഗ കേസിലെ പ്രതികളായ ഹരിശങ്കറും അതുപോലെ രോഹിത് ബാലചന്ദ്രനും കൂടി അവിടെ വീട്ടുജോലിക്ക് നിന്ന അലീന എന്ന പെൺകുട്ടിയെ ഇതുപോലെ മയക്കുമരുന്ന് കൊടുത്ത് ഉപദ്രവിക്കാൻ നോക്കിയായിരുന്നു. അന്ന് ആ പെൺകുട്ടിയാണെങ്കിൽ ജീവരക്ഷ എന്നോണം കത്രിക വയറ്റിൽ കുത്തിക്കയറ്റിയാണ് രക്ഷപ്പെട്ടത്. ആ കുട്ടി കേസ് കൊടുക്കാൻ തയ്യാറായല്ലെന്നും ആ കുട്ടിയാണെങ്കിൽ ഇതിലെ ഒരു പ്രതിയായ രോഹിത് ബാലചന്ദ്രൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ പൈസ കൊടുത്ത് ആ കുട്ടിയെ സ്വാധീനിച്ചെന്നൊക്കെ പറഞ്ഞാണ് ന്യൂസ് വന്നിരിക്കുന്നത്. അലീനയുടെ ഫോട്ടോയും പോലീസ് പിടിച്ചുകൊണ്ട് വന്ന ഫോട്ടോയൊക്കെ അതിനകത്തുണ്ട്. അപ്പം ഇത് കാണുന്ന കൃഷ്ണമോൾ ആകെപ്പാടെ ഞെട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങോട്ട് അലീന വരുന്നുണ്ട്. അലീന ചോദിക്കുന്നത്, എന്താ മോളെ ചേച്ചി ഈ വാർത്ത കണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് കാണിക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീനയാണെങ്കിൽ ആ പേപ്പർ വാങ്ങിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ആകെപ്പാടെ സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ സങ്കടത്തോടെ അലീനയാണെങ്കിൽ അവിടെ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ തല കുനിഞ്ഞിരുന്ന് സങ്കടത്തോടെ കരയുകയാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണമോൾ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ചേച്ചി ഈ പാലയിലുള്ളവരെല്ലാം ഇത് വായിച്ച് കാണത്തില്ലേ, ഈ വാർത്ത വായിച്ച് കാണത്തില്ലേ, നമ്മളെ വീട്ടുകാരെക്കുറിച്ച് എന്ത് വിചാരിച്ചാണ് രോഹിത് ചേട്ടൻ ഈ തെറ്റ് ചെയ്തത് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും. മാത്രമല്ല ചേച്ചി ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയതും ചേച്ചിയെ ഈ വീട്ടിലുള്ളവർ ഉപദ്രവിച്ചെന്നൊക്കെ തെറ്റായ വാർത്തയല്ലേ ചേച്ചി കൊടുത്തിരിക്കുന്നത്. അച്ഛൻ ചേച്ചിക്ക് പൈസ തന്ന് സ്വാധീനിച്ചെന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. ഇതൊക്കെ ഈ നാട്ടുകാരെ അറിഞ്ഞു കാണത്തില്ലേ, എല്ലാവരും ചേച്ചിയെ തെറ്റിദ്ധരിച്ചില്ലേ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് ഭയങ്കര കരച്ചിൽ. അപ്പം അലീന പറയാണ്, മോള് കരയേണ്ട, പത്രക്കാരാകുമ്പം അങ്ങനെ പല ന്യൂസും പടച്ചു വിടും. അപ്പം കൃഷ്ണമോള് പറയാണ്, പത്രക്കാർ മാത്രമല്ലല്ലോ, ഇത് പോലീസുകാർ പറഞ്ഞെന്നുള്ള വാർത്തയല്ലേ ചേച്ചി കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്വസിക്കത്തില്ല ചേച്ചി, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയണം. അപ്പം അലീന പറയാണ്, മോള് വിഷമിക്കേണ്ട, നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പറയാണ്. ഈ രോഹിയേട്ടൻ ഈ കുരുക്കിലൊക്കെ ചെന്ന് ചാടിയോണ്ടല്ലേ ആ ഹരിയേട്ടൻ്റെ കൂടെ നടക്കല്ലേ എന്ന് പലരും പറഞ്ഞു കൊടുത്തിട്ടും ചേട്ടൻ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പം ചെന്ന് ഇത്രയും വലിയൊരു തെറ്റിലേക്കല്ലേ ചേട്ടൻ ചാടിയേക്കുന്നത്, ചേട്ടൻ ഇത്രയ്ക്ക് അതപ്പതിച്ചൊന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ എന്നും പറഞ്ഞ് കൃഷ്ണമോള് കരയുന്നുണ്ട്. അപ്പം അലീന പറയാണ്, മോളിതൊന്നും ഓർക്കണ്ട, ഞാനിന്ന് അച്ഛനെ കാണാൻ പോകുന്നുണ്ട്, അച്ഛൻ ഈ വാർത്തയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ വയ്യ എന്ന് അലീന സങ്കടത്തോടെ കരയാണ്. ഈ സമയത്താണെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ബാലേന്ദ്രൻ ഇതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് വൈജയും കിടപ്പുണ്ടല്ലോ. വൈജയ്ക്കാണെങ്കിൽ പത്രം കിട്ടുന്നുണ്ട്. പത്രത്തിൽ ഈ ന്യൂസെല്ലാം കണ്ട് വൈജ ആകപ്പാടെ മനസ്സ് തകർന്നിരിക്കുകയാണ്. രോഹിത്തിൻ്റെ ഫോട്ടോയും ഹരിശങ്കറിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ അലീനയെ പിടിച്ചുകൊണ്ട് പോകുന്നതും അലീന ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചതുകൊണ്ടാണ് കേസ് കൊടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നത് കണ്ട് വൈജ ആകപ്പാടെ തകർന്നിരിക്കുകയാണ്. അതിനകത്ത് രോഹിത്തിൻ്റെ ഫോട്ടോയും പീഡന കേസിൽ രോഹിത്തിനെ പിടിച്ചേക്കുന്ന ഫോട്ടോയൊക്കെ അതിനകത്ത് കണ്ടേക്കുന്നു. ന്യൂസെല്ലാം വൈജയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. സങ്കടം സഹിക്കവയ്യാതെ വൈജ നെഞ്ചു പൊട്ടിക്കരയുകയാണ്. ഈ സമയത്താണെങ്കിൽ അലീനയാണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നതാണ്. ബാലേന്ദ്രൻ ആ ന്യൂസൊന്നും കണ്ടിട്ടില്ല. ബാലേന്ദ്രനാണെങ്കിൽ അലീനയെ കാണുമ്പോൾ ഉടനെ ഭയങ്കര സന്തോഷത്തിൽ ചോദിക്കുകയാണ്, മോളെ അവർ വിട്ടോ, ഒരു തെറ്റും ചെയ്യാത്ത മോളെ എന്തിനാണ് അവർ പിടിച്ചോണ്ട് പോയത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, വീട്ടിൽ വെച്ച് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ പോരെ എന്ന് അലീനയോട് ചോദിക്കണം. അപ്പം അലീന പറയാണ്, അച്ഛൻ ഇപ്പം അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, എന്നെ അവർ വിട്ടല്ലോ, ഇനി അതിനെക്കുറിച്ച് പറയണ്ട. പിന്നെ അവരെന്നെ വിളിപ്പിച്ചത് അന്നത്തെ ആ കേസിന് രോഹിത്തിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയാണ്, ഞാൻ കൊടുത്തില്ല, അതുകൊണ്ടാണ് എന്നെ അവർ ഇത്രയും നേരം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചത്. പിന്നെ എന്തായാലും എന്നെ വിട്ടയച്ചു, അവിടുത്തെ DYSP വന്നപ്പോഴത്തേക്ക് എന്നെ വെറുതെ അവിടെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് വിട്ടയച്ചു എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയാണ്, രോഹിത്തിനെ പുറത്തിറക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, വക്കീലിനെ ഏർപ്പാടാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും രോഹിത്തിന് പുറത്തു വരാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വലിയ കേസാണ് ഇത് അച്ഛാ, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണെന്ന് അലീന പറയുകയാണ്.
അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയാണ്, എന്തായാലും മോള് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, എന്തായാലും ഇനി മോക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ല, മോളെ എന്തായാലും അവർ വിട്ടല്ലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അലീന പറയാണ്, അച്ഛൻ ഇപ്പം എന്നെ ആശ്വസിപ്പിച്ചല്ലോ, അതുപോലെ കൃഷ്ണ മോളെയും ബബിതയും എല്ലാവരെയും ആശ്വസിപ്പിക്കണം എന്ന് പറയുകയാണ്. മാത്രമല്ല മാഡം ആണെങ്കിൽ ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് തകർന്നിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും രോഹിത്ത് മാഡത്തിൻ്റെ മോനല്ലേ, ഇതൊന്നും സഹിക്കാൻ പറ്റുമോ? മാഡവും തകർന്നിരിക്കുകയാണ്, അച്ഛൻ വേണം മാഡത്തെയും പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിക്കാൻ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഇങ്ങനെ സങ്കടത്തോടെ ഇതൊക്കെ ആലോചിച്ചിങ്ങനെ കിടക്കുകയാണ്.